നൗഫലാണ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നോമ്പ് തുറ എവിടെ നടക്കുന്നത് അറിയോ? മസ്ജിദുൽ ഹറമിലും, മക്കയിൽ മസ്ജിദുൽ ഹറമിലും, അതുപോലെ തന്നെ മദീനയിലെ മസ്ജിദ് നബവിയിലാണ്. ആ കാഴ്ചകളൊന്ന് കാണേണ്ട തന്നെ കേട്ടോ. അതൊരിക്കലും നമ്മളിവിടെ വന്നിട്ട് നോമ്പ് തുറക്കൊക്കെ പങ്കെടുക്കണം. മാഷാ അല്ലാഹ് ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം ലോകത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് ഒരുമിച്ച് കൂടി നിന്നിട്ടാണ് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് മസ്കൂത്ത എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, മസ്കൂത്ത ബസ് സ്റ്റാൻഡ്. ഇവിടെ ഹാജിമാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹാജിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മസ്കൂത്ത എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലാണ്. അതുപോലെ തന്നെ കുദായിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകളുണ്ടല്ലേ. ഇവിടെ വന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഞാൻ കയറിയത് സിത്തുൽഹാനിൽ നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് ഉണ്ട്, ഫ്രീ ആയിട്ട് കൊണ്ട് കയറാം. മസ്കൂത്തിലെത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ പോയിക്കിട്ട് ഈ ഭാഗത്ത് ആ ടണലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതി. ആ ടിക്കറ്റ് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതേ ടിക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് ഫ്രീ ആയിട്ട് മസ്കൂത്തിൽ വരാം. അവിടുന്ന് പിന്നെ തിരിച്ച് നമുക്ക് നമ്മുടെ ബസ് എവിടുന്നാണോ കയറിയത് അവിടെ തന്നെ വന്നിറങ്ങാം കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് വണ്ടികൾ നിർത്തിയിരിക്കുന്നുണ്ടല്ലോ, ഫുള്ള് വണ്ടികൾ നിർത്തിയിരിക്കുകയാണ്, പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ് എന്തായാലും ഭയങ്കര സൗകര്യമാണ് ഇപ്രാവശ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിന് ടിക്കറ്റ് എടുക്കണം. അതിനുള്ള ഓഫീസാണ് ഇത്. 8 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഈ ഒരു ടിക്കറ്റ് നമുക്ക് ഈ ഒരു ടണൽ വഴി അപ്പുറത്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബസ്സിൽ കയറുന്ന ഒരു സൈഡിൽ മാത്രമേ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. കാരണം തിരിച്ചു വരുന്ന സമയത്ത് സെയിം ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിടക്കാം. ഈ ഒരു ടണൽ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സർവീസ് ഉള്ളത്. നമ്മൾ ഈ ടണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കുറേ ഹോട്ടലുകൾ കാണാൻ പറ്റും. ഈ ഒരു ഹോട്ടലുകളുടെ ഇടയിലൂടെ ഒക്കെ നടന്നു പോകുന്നത് നേരെ എത്തുന്നത് അജിയാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ ഒരു മിനിറ്റിന് ബസ്സുകൾ ഒരുപാടുണ്ട്. ആ ഒരു ബസ്സുകളിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ നേരെ ഹറമിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മിനാരം കാണാൻ പറ്റും. അസർ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. അപ്പോൾ ഇനി സ്ഥലങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് കിട്ടിയ സ്ഥലത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഹറമിൻ്റെ എത്താട്ടോ, അതായത് പള്ളിയുടെ തൊട്ട് മുമ്പിലേക്ക് മുറ്റത്തേക്ക് ചെന്നെത്താം. ആദ്യം നിസ്കരിക്കാനുള്ളൊരു സ്ഥലം തപ്പട്ടെ. എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടും. അപ്പോൾ അവിടെ നിസ്കരിച്ചിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നേരെ മസ്ജിദുൽ ഹറമിൻ്റെ മുറ്റത്തേക്ക് പോകാം. ഈ റൈറ്റ് സൈഡിലുള്ളത് അജിയാദ് കേട്ടോ. ഇവിടെയാണ് അജിയാദ്. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്റൂം, 3-ാം നമ്പർ ബാത്റൂം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇത് നമ്മൾ അജിയാദ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3-ാം നമ്പർ ബാത്റൂം. ആ ഒരു 3-ാം നമ്പർ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ മസ്ജിദുൽ ഹറമിലെ മെയിൻ എൻട്രൻസ് ആണ്. അതിലൂടെ നമുക്ക് നേരെ ഉംറക്കൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ കഅബ കാണാൻ പറ്റും. ദൂരം തന്നെ, മുമ്പ് അങ്ങനെ കാണൂലായിരുന്നു, പക്ഷെ ഉള്ളിൽ ഇപ്പോൾ അത് നേരെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മുറ്റത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അസർ നിസ്കാരത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് സ്ഥലം പിടിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വരണം. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്രസന്റിന്റെ വണ്ടിയാണ്. അപ്പോൾ ഹറമിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള രോഗികളൊക്കെ കൊണ്ടുവരുന്നത് ഇതിലാണ്. അജിയാദിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അജിയാദ് എമർജൻസി ഹോസ്പിറ്റൽ. ഇതിന്റെ തൊട്ടടുത്തുണ്ട്. ആ ബോർഡ് കണ്ടോ, നീല കളർ. ഇവിടേക്കാണ് ഫസ്റ്റ് രോഗികളെ കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹറമിന്റെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി പോകുന്നത് ആ ഒരു എൻട്രൻസിലൂടെയാണെന്നുള്ളതാണ്. എന്തായാലും ഇപ്പം ഞാനും ഉംറയ്ക്ക് പോകുന്ന അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിലൂടെ കയറ്റൂല, അത് വേറെ കാര്യം. നമുക്ക് വേറെ സൈഡിൽ കൂടെ പോകണം. ക്ലോക്ക് ടവർ നിങ്ങൾക്ക് കാണാം. ഇത് ഹറമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമല്ല കേട്ടോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമുക്ക് നേരെ ഈ ഹറമിൻ്റെ പുറകുവശത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഈ ഭാഗത്ത് ഫ്രണ്ടിലൊന്നും അങ്ങനെ സ്ഥലങ്ങളില്ല. കാരണം പല ഭാഗങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടാണ്. കാരണം ഓരോ സ്ഥലങ്ങളും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻട്രൻസ് നിർത്തും. അപ്പോൾ ബാക്ക് സൈഡിലേക്കുള്ള വഴികളൊക്കെ ക്ലോസ് ആയി. കാരണം എന്നാൽ അസറിന് ശേഷം പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു എൻട്രൻസിലൂടെ നോക്കിയാൽ കഅബയുടെ കില്ലിങ്ങനെ ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, മാഷാ അല്ലാഹ്, ഇതൊക്കെ ഭയങ്കര അനുഗ്രഹം അല്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ ഭാഗത്ത് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. ഒരു ശരിക്കും മക്ക അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ അതിലൂടെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ മുകളിലേക്ക് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതൊക്കെ ഫ്ലക്സ് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ഇത് വീൽ ചെയറിന് വേണ്ടിയിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു സംരംഭമാണ് ഈ ഒരു ഫ്ലക്സ് പിടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീൽ ചെയർ സൗകര്യങ്ങൾ ഉംറ ചെയ്യുന്നതിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവരെ എന്താ പറയുക,
അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിലോട്ടാണ് കയറുന്നത്. അപ്പോൾ എലിവേറ്റർ വെച്ച് നമുക്ക് ഏറ്റവും മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ ടെറസുകൾ കണ്ടിട്ടില്ല, മുകൾ ഭാഗം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. മുകൾ ഭാഗത്ത് ആകാശവും, നമ്മൾ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ ആകാശം ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ടെറസ്, നമുക്ക് നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് കുബ്ബകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നല്ല താഴെയാണെന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന ഒരു ഏരിയകൾ സെപ്പറേറ്റ് ഞങ്ങൾ ബാരിക്കേഡുകൾ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഈ നടക്കുന്ന വഴികളിലൊന്നും ഇന്ന് നോമ്പ് തുറക്കാനൊന്നും പറ്റൂല, മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ ഹറമിൽ അവർ നോമ്പ് തുറക്കുന്ന സെപ്പറേറ്റ് അവരൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് ഈ നോമ്പ് തുറക്കാൻ വേണ്ടി കിറ്റുകളൊക്കെ തരുമല്ലോ. ഈ കിറ്റുകൾക്ക് തരുന്ന ആളുകൾ കിറ്റ് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാരിക്കേഡുകൾ വെച്ചിട്ട് ഇരിക്കുന്ന, അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം ഇങ്ങനെ കിറ്റ് വിതരണം ചെയ്യുള്ളൂ, അല്ല പുറത്തുള്ള ആളുകൾക്കൊന്നും കൊടുക്കൂല. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും കിറ്റുകളൊക്കെ കൊണ്ടുവച്ച് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കണം. മാഷാ അല്ലാഹ് കുബ്ബകളൊക്കെ കാണുന്നുണ്ട്. എന്ത് മനോഹരമല്ലേ? ടെറസിൻ്റെ നമ്മൾ താഴത്തുനിന്ന് ഇത് കാണൂല, ഇന്ന് മുകളിൽ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു കുബ്ബകളൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിൽ പോയൊക്കെ അവിടെയും ഇതേപോലെ ബാരിക്കേഡുകളൊക്കെ വെച്ച് അവിടെയൊക്കെ നോമ്പ് തുറക്കാൻ സെറ്റായിട്ട് ആളുകളൊക്കെ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ളായിരിക്കും ഈ ഏരിയകളൊക്കെ, നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന ഏരിയകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. ആളുകൾ ഇങ്ങനെ സ്ഥലം പിടിക്കുന്ന, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ പോലും അത് അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഇരിക്കാനുള്ള സ്ഥലം കിട്ടണം. കാരണം നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി. കിറ്റുകൾ എല്ലാവർക്കും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു ഏരിയയിൽ എല്ലാ സ്ഥലത്തും തിരക്കായി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് വിടുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കിറ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഈ പച്ച ബാഗുകൾ ഉണ്ടോ, ഈ പച്ച ബാഗുകൾ അതുപോലെ കറുപ്പ് ബാഗുകളൊക്കെയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള കിറ്റുകളാണ് കേട്ടത്. അത് ഭക്ഷണത്തിൻ്റെ കിറ്റുകളാണ്. അപ്പോൾ നമുക്ക് അവർ ആ സമയമാകുമ്പോൾ അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ, ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവർ അതെന്ത് ചെയ്യും, എല്ലാ ആളുകളുടെ ഇടയ്ക്കും ഈ കിറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അതാണ് സംഭവം. എന്തായാലും നമുക്ക് അവിടെ സ്ഥലം കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഒപ്പിക്കണം. എന്തായാലും പ്രതീക്ഷകൾ ഇല്ല. പക്ഷെ നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ അവസാന നിമിഷത്തിൽ കിട്ടും എന്നുള്ളൊരു കാര്യം അറിയാലോ. നോമ്പെടുത്തൊരു അവസാനം നമ്മൾ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടാവുക ഈ ഒരു അവസാന നിമിഷത്തിൽ. പ്രത്യേകിച്ച് ഹറമിലേക്കൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഇങ്ങനെ എത്തിപ്പെടാനും. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടാതൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഹറമിലായതുകൊണ്ട് തന്നെ ഒരു വിഷമം ഉണ്ടാവില്ല. എന്തെങ്കിലുമായിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ വെറും കൈയോടുകൂടി വന്നെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും നോമ്പ് തുറക്കാനൊക്കെ അവിടുന്ന് കിട്ടും. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതേപോലെയാണ് നമ്മൾ ഹറമിൽ നോമ്പ് തുറക്കാനിരിക്കുക. വേറൊരു ഇത് പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സുഫ്രൊക്കെ വിരിച്ച് രണ്ട് സൈഡിലെ ആളുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇരുന്ന് കിറ്റുകളൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതലേ ആ ഒരു സ്ഥലം പിടിക്കണം. അങ്ങനെയുള്ള ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഹറമിൻ്റെ മുറ്റത്ത്, ഹറമിൻ്റെ ബാക്ക് സൈഡിലുകളൊക്കെ ഇതേപോലത്തെ സാഹചര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ നേരിട്ട് 2 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കിങ്ങനെ കിറ്റുകളൊക്കെ വെച്ച് തരും. ഇവിടെ നേരെ മറിച്ചാണ്, കിറ്റുകൾ കൊണ്ടുപോകുന്നുണ്ട്. അവസാന ഘട്ടത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. കാരണം അതിനുമാത്രം കിറ്റുകൾ ഇവിടെ ഉണ്ടാവില്ല. അവർ മാക്സിമം ഒരു കിറ്റുകളുടെ എണ്ണം അവർ കൊണ്ടുണ്ടാവും. അത് കൊടുക്കുന്ന ആളുകൾ, കിട്ടുന്ന ആളുകളുടെ മാക്സിമം അത്ര പോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പുറത്ത് ബാക്കിലുള്ളത് അവർ യമനിയാണ്. ഒരാളും കൂടി ഉണ്ട് അതിനിപ്പുറത്ത് കേട്ടോ. ഒരു യമനി, അവിടെ 2 യമനികളുണ്ട്. എൻ്റെ വലത് മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഈജിപ്ഷ്യൻസ് ആണ്. ഇതൊരു നൈജീരിയക്കാരനാണ് വലത് ഭാഗത്ത്. ഇനി എൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഈ ഇരിക്കുന്ന 3 പേര് ഈജിപ്ഷ്യൻസ് ആണ്. ഞാൻ ഇവരുടെ ഇടയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കാം, ഞാൻ അതാണ് പറഞ്ഞത്, ആദ്യത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു പ്രത്യേക അനുഭവമാണ്. പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം. അവിടെ അവരുടെ ഇടയിലിരുന്ന് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു സംഭവമാണ്. അത് നിങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ കുറേശ്ശെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ ഒന്ന് മേടിക്കുക. കാരണം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നോമ്പ് തുറക്കാൻ ഏകദേശം 15 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും അത് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ. നമുക്ക് അത് കിട്ടിയെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കാം. എന്തായാലും ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെ ഓരോ ആളുകൾ നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു കോട്ടും കാര്യങ്ങളും ഇടാത്ത ആളുകൾ, അതായത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഗാവ അറബിക് കോഫിയോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്, ഈത്തപ്പഴം ബോക്സുകളിലാക്കി കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അല്ലാതെ ഒരു എന്താ പറയാ നല്ല പ്രതിഫലമാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് കേട്ടോ. അതായത് ഒരു ബോക്സ് ഈത്തപ്പഴം കൊണ്ടുവരുന്നിട്ട് നമ്മളിങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോ കുട്ടി മിഠായിയാണ് കൊടുക്കുന്നത്, അതുപോലെ ഈത്തപ്പഴം കൊടുക്കുന്ന ആളുകളെ കാണാൻ പറ്റും, ചായ കൊടുക്കുന്ന ആളുകളെ കാണാൻ പറ്റും, ഗവ കൊടുക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ബോക്സ് കിട്ടി. മാഷാ അല്ലാഹ് ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നോമ്പ് തുറക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ വരുന്നത്. മാഷാ അല്ലാഹ് അത് ഭയങ്കര അനുഗ്രഹമാണ്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പടച്ച റബ്ബ് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ ഇവരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ. ആ ഒരു ഫ്ലാസ്ക് കണ്ടോ, അതിൽ ചായ ഉണ്ട്, അതുപോലെ തന്നെ ഗവയുണ്ട് കേട്ടോ. അതായിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് പോകും. അതങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സുകളിലായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പല കാഴ്ചകളും നമുക്ക് ഹറമിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്പേസാണ് എൻ്റെ സ്പേസ് ഇട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേറെ ആൾക്കാർ വരും. അതാണ് ഈ നോമ്പുകാരുടെ പ്രത്യേകത. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവസാന ഘട്ടത്തിൽ. എനിക്ക് നേരത്തെ വന്ന് നമ്മൾ സ്ഥലം പിടിക്കണം. അപ്പോൾ നമുക്കൊരു അറബിക് ഗവ നമുക്ക് ചോദിക്കാം, മൂപ്പരത്ത് ചോദിച്ച് നമുക്കത് മേടിച്ച് അതും വെക്കാം. അപ്പം ഈത്തപ്പഴം ഗവയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. പിന്നെ ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റും കൂടെ സമയമുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കണം. ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള 2 സാധനങ്ങളാണ്, ഗവയും അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു ബോക്സും. മാഷാ അല്ലാഹ്. അപ്പോൾ നോമ്പ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു ആളുകൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ഒരു സന്തോഷമുള്ള സമയമാണ് ഈ ഒരു സമയം. പിന്നെ തവാഫ് ചെയ്യുന്ന ആളുകൾ അവിടെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും. എന്നാലും ഇത്രയും നേരം നമ്മൾ എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് അവസാന നിമിഷത്തിലാണ് നമ്മളെ കയ്യിലേക്ക് എത്തിയത്. എന്നെ പോലെ തന്നെ ബാക്കി ഒരുപാട് ആളുകളുണ്ട്. ഇനി വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈത്തപ്പഴം കിട്ടി, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വേറെ ആളുകളിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എന്തൊക്കെ കിട്ടുമോ അവരിൽ നിന്ന് കിട്ടാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കുന്ന ഒരു കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര അനുഗ്രഹമാണല്ലേ. ഒരാൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യമുള്ളൊരു കാര്യം എന്താണല്ലേ, ഭയങ്കര അനുഗ്രഹമാണ്. തവാഫ് ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്ന് തിരക്ക് കുറഞ്ഞു, കാരണം ആളുകൾ നോമ്പ് തുറക്കുന്ന ഒരു സമയമായതുകൊണ്ട് കുറച്ച് പേര് മാത്രം തവാഫ് ചെയ്യുന്നുള്ളൂ. അത്രയും ദൂരത്തേക്കുണ്ട്, ബാരിക്കേഡുകൾ വെച്ച് സെപ്പറേറ്റ് ആക്കി സെക്ഷൻ ആക്കിയതാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് നോമ്പ് തുറന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിലെത്തി, അതായത് നമ്മുടെ ഹറമിൻ്റെ മുറ്റത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഒരു തിരക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. രാത്രി നമ്മൾ നേരത്തെ വൈകുന്നേരം വന്ന സമയത്തുള്ള തിരക്കല്ല ഇപ്പോൾ ഉള്ളത്. കണ്ട ആളുകളൊക്കെ ഇറങ്ങി വരുന്നു. ഇനിയിപ്പോൾ ഒരു ഇശാ നിസ്കാരം, ആയിരം നിസ്കാരം കഴിഞ്ഞു ഓൾറെഡി. ഇശാ നിസ്കാരം, അത് കഴിഞ്ഞ് തറാവി, അറിയാലോ അവസാനത്തെ ദിവസങ്ങളിലേക്കുള്ള തിരക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തരം അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ നിസ്കാരമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നാളെ ഒരു ഉംറ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.